സ്ലൊവേനിയ എന്ന് പറയുന്നത് ആകപ്പാടെ 2.12 മില്യൺ മാത്രം ആൾക്കാർ നിറഞ്ഞ ഒരു സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇത് വളരെ കുഞ്ഞൊരു രാജ്യവും കൂടിയാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിൻ്റെ സമയത്ത് ഭയങ്കര ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. കമ്പയർഡ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് അത്ര മാസം അല്ലെങ്കിൽ പോലും ഇതിൻ്റെ സൈസിന് ഇത് കറക്റ്റാണ്. ഈ ഒരു ഡെക്കറേഷൻ പക്കായാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര നൈസായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് സ്ലൊവേനിയയിൽ വന്നതിന് ശേഷം ഇതുവരെ വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകളൊന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരും വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ടു ലിവ് ഇൻ ആസ് വെൽ. പിന്നെ ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്മോൾ ഷോപ്പുകളാണ്. ഈ ഷോപ്പുകൾ ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസും നമ്മുടെ ഓർണമെൻറ്റ്സ്, സുവനീഴ്സ് ഇതെല്ലാം നിറച്ചുണ്ടാവും എല്ലായിടത്തും ഇങ്ങനെ. അങ്ങനെ മെയിനായിട്ടും വരുന്നത് അവിടെ ഒരു റിവറുണ്ട്. ആ റിവറിൻ്റെ ബാങ്ക്സിലൂടെ ആ കരയ്ക്കൽ ഭാഗത്തൂടെയാണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ അകത്തേക്ക് കോൺഗ്രസ് സ്ക്വയറിലേക്കും കൂടുതലായിട്ടുണ്ട്. ഇവിടെ പിന്നെ മെയിനായിട്ട് കിട്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുൾഡ് വൈന് അല്ലെങ്കിൽ ചൂടുള്ള പഞ്ചുകൾ, വൈനുകളൊക്കെയാണ്. ഇത് നമുക്ക് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ളിൽ നല്ല ചൂടാണ്. അപ്പം എത്ര തണുപ്പുണ്ടെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഏരിയാസും കൂടെ ഉണ്ട്, ഇങ്ങനെ ഫയർ പ്ലേസസ് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് പോലുമില്ല, നമുക്ക് അവിടെ ചെന്ന് ഒന്ന് വാമപ്പ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. എനിക്ക് സ്ലൊവേനിയയിൽ വന്നിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ക്രിസ്മസ് തന്നെയായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ക്രിസ്മസ് ആണ് സ്ലൊവേനിയയിൽ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ചിയർഫുള്ളാണ് സ്ട്രീറ്റ്സൊക്കെ. ചില ഏരിയകളിലൊക്കെ ഇങ്ങനെ പാട്ടിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെല്ലാം ചുറ്റും നിന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടാവും. ആ ഒരു ക്രിസ്മസിൻ്റെ വൈബ് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. നാട്ടിലുള്ള അത്രയും കരോളിൻ്റെ പരിപാടികളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. പക്ഷേ എങ്കിൽ കൂടിയും ഇവരെ കൊണ്ടുള്ള രീതികളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വെക്കുന്ന പരിപാടിയെല്ലാം ഇന്ത്യക്കാരുടെയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ പിന്നെയുള്ളത് ഈ കാണുന്ന ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ലൈറ്റ്സ് നമുക്കൊരു നവംബർ 29 ആയപ്പോഴത്തേക്കും ഇവർ ഓണാക്കി. ഇനിയിപ്പോൾ ജനുവരി 7 ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ചാവ്.